എന്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ആദ്യത്തെ ഓപ്ഷൻ ശാസ്ത്രം എന്താണോ പറയുന്നത് അത് മാത്രം ഫോളോ ചെയ്യുക. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ശാസ്ത്രത്തെ നല്ല രീതിയിൽ പഠിച്ചിട്ട് അതിലുള്ള ലൂപ്പ് ഹോൾസിന്റെ ചോദ്യം ചെയ്യുക. പക്ഷേ ഈ ഓപ്ഷന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ? 99.9% ആൾക്കാരും ശാസ്ത്രത്തെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതിൽ വെറും 0.1% ആൾക്കാർ മാത്രമാണ് ഒന്ന് മാറി ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാറി ചിന്തിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഒരു സമ്പ്രദായമാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അതിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല, കാരണം ഈ ലോകം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. 99.9% ആൾക്കാർ ഫോളോ ചെയ്യുന്ന ശാസ്ത്രം ഉപയോഗിച്ച് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യത്തെ നമുക്ക് ഫേസ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ചോദ്യം എന്താ വെച്ചാൽ, ഈ ഭൂമിയിൽ മനുഷ്യരാണോ ആദ്യത്തെ സിവിലൈസേഷൻ? അതായത് മനുഷ്യർക്ക് മുമ്പ് വേറൊരു സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മിക്കവരുടെ മനസ്സിലേക്ക് വരുന്നത് ഇല്ല എന്നുള്ളൊരു മറുപടി ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടു നോക്കാം. കാരണം ഈ വീഡിയോയുടെ അവസാനത്തോടെ ഈ ചോദ്യത്തിന്റെ പ്രാധാന്യവും ഈ ചോദ്യത്തിന്റെ ഏകദേശ ഉത്തരം നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മിക്കവാറും മലയാളം കമ്മ്യൂണിറ്റിയിൽ ഇത്ര അധികം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ഉണ്ടാവില്ല. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഈ ചോദ്യത്തെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഭൂമി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പാറക്കല്ലിന് ഹ്യൂമാനിറ്റി, അതായത് ഹോമോസേപ്പിയൻസ് വന്നിട്ട് ഏകദേശം 3 ലക്ഷം വർഷങ്ങളെ ആവുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ 400 കോടി വർഷങ്ങളായിട്ട് ഭൂമി ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ആയിരുന്നു. 400 കോടി വർഷവും 3 ലക്ഷം വർഷവും തമ്മിൽ ഈ ആനയും ചേനയും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ ഭൂമിയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ മനുഷ്യര് ഭൂമിയിൽ ജീവിച്ചു വന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമാണ്. 2018 ഒരു സയന്റിഫിക് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു. ഇത് പബ്ലിഷ് ചെയ്തത് ഒരു ആസ്ട്രോഫിസിസ്റ്റും ഒരു ക്ലൈമറ്റ് സയന്റിസ്റ്റും ആണ്. ഒരുപാട് കോടി വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയിൽ ഒരു സിവിലൈസേഷൻ, എന്തെങ്കിലും രീതിയിലുള്ള ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഒരു സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചു വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. അവരുടെ എന്തെങ്കിലും ഒരു ട്രേസ് ഇപ്പോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ആ ഒരു ചോദ്യമാണ് ഇവർ രണ്ടുപേരും ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം എത്തുമ്പോഴത്തേനും മനസ്സിലാവും. കാരണം അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിവിലൈസേഷൻ? നിങ്ങളുടെ ഒരു മനസ്സിലിരിപ്പ് അനുസരിച്ച് എങ്ങനെയാണ് ഒരു അഡ്വാൻസ് സിവിലൈസേഷൻ ഉണ്ടായിരിക്കേണ്ടത്? നമ്മൾ കണ്ടതിൽ വെച്ച് ഒരു അഡ്വാൻസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ഇങ്ങനെ ബേൺ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിവിലൈസേഷൻ, ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടുള്ളൂ. അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ, ഇതുവരെ നമ്മുടെ ഭൂമിയിലല്ലാണ്ട് ഈ യൂണിവേഴ്സിൽ വേറൊരു സ്ഥലത്ത് പോലും നമുക്കൊരു ലൈഫിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ ഒരു സിവിലൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ അതുപോലത്തെ ഒരു സിവിലൈസേഷൻ ആയിരിക്കണം എന്നുള്ളൊരു തിങ്കിങ് ആയിരിക്കും നമുക്ക് മിക്കവർക്കും ഉണ്ടാവുക. അപ്പോ അതിനെ വച്ചിട്ടായിരിക്കും നമ്മൾ പാസ്റ്റിലേക്ക് കമ്പയർ ചെയ്യുന്നത്. അതായത് നമ്മളെ പോലെയുള്ള ഒരു സിവിലൈസേഷൻ മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടാവുമോ എന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ നോക്കി നടക്കുന്നത്. ഈ ഒരു ചിന്താഗതിയുടെ ഒരു റിസൾട്ടാണ് സെലീരിയൻ ഹൈപ്പോതിസിസ് എന്ന് പറയുന്ന ഒരു തിയറി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതെന്താണ് പറയുന്നത് വെച്ചാൽ, കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ, ഒരു സൈഫൈ പോലെയൊക്കെ തോന്നും. മനുഷ്യർക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ഒരു തരത്തിലുള്ള റെപ്റ്റീലിയൻ ഏലിയൻസ് ജീവിച്ചു വന്നു, അവരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. റെപ്റ്റീലിയൻ ഏലിയൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിലും മുതലയും പാമ്പൊക്കെ പോലെ ഇരിക്കില്ല, അതൊക്കെ റെപ്റ്റൈൽസ് ആണ്. അവരെ പോലെ ഇരിക്കുന്ന ഒരു തരത്തിലുള്ള ഇന്റലിജന്റ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ആയിരുന്നു നമ്മുടെ ഭൂമി ഭരിച്ചിരുന്നത്, നമ്മുടെ ഭൂമി റൂൾ ചെയ്തിരുന്നത് എന്നതാണ് ഈ തിയറി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു തിയറി മാത്രമായിരുന്നു. ഈ തിയറി വരാൻ കാരണം നമ്മുടെ ഈ ഒരു ചിന്താഗതി കൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് അറിയാവുന്നതിൽ വെച്ച് ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് മനുഷ്യര് മാത്രമാണ്. മനുഷ്യര് ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, കാറുകളായിക്കോട്ടെ, ബൈക്കുകളായിക്കോട്ടെ, ഒരുപാട് ഫാക്ടറീസ് ആയിക്കോട്ടെ, ഇവിടെ നിന്നെല്ലാം നമുക്ക് ഒരുപാട് രീതിയിലുള്ള പുകകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പല രീതിയിലും നമ്മുടെ നേച്ചറിനെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ഇമ്പാക്ട് ഒരു സിഗ്നേച്ചർ പോലെ, ഒരു കയ്യൊപ്പ് പോലെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എവിഡന്റ് ആയിട്ട് കാണാൻ കഴിയും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലിവിങ് ഓർഗാനിസം ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
അതോടൊപ്പം തന്നെ നമ്മൾ കൽക്കരി ഉപയോഗിക്കുന്നുണ്ട്, ഫോസിൽ ഫ്യൂൾസ് ഉപയോഗിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്, പലതരത്തിലുള്ള സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യർ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാലും അതിന്റെ ഒരു തെളിവും അതിന്റെ ഒരു അവശിഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ മനുഷ്യര് ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവ് മായ്ക്കപ്പെടാനായിട്ട് ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും. ഏകദേശം 3 ലക്ഷത്തോളം വർഷങ്ങളായിട്ട് മനുഷ്യര് ഭൂമിയിലുണ്ട്. ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്പീഷീസ് ഭൂമിയിലുണ്ട്. ആർക്കിയോളജിക്കൽ ഡാറ്റ അനുസരിച്ച് അഗ്രികൾച്ചർ എന്നുള്ള ഒരു പ്രാക്ടീസ് മനുഷ്യരിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 12,000 വർഷങ്ങളായിട്ടുണ്ട്. മനുഷ്യരൊരു സൊസൈറ്റി പോലെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 6,000 വർഷങ്ങളായിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കാണുന്ന ആ ഒരു ടെക്നോളജിക്കൽ എറ സ്റ്റാർട്ട് ചെയ്തിട്ട് വെറും 250 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതായത് ഹ്യൂമാനിറ്റിയിൽ ഒരു ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ വന്നിട്ട് വെറും 250 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അത് വളരെ ചെറിയ ഒരു ടൈം പീരീഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു സിവിലൈസേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുക ഒരുപാട് റോഡ് ഉണ്ടാവും, ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ഒരു സിവിലൈസേഷൻ ആയിരിക്കാം എന്നുള്ളൊരു അസംഷനിലേക്കായിരിക്കും നമ്മൾ വന്നെത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ പുറകെ പോകുമ്പോൾ ആർക്കിയോളജിസ്റ്റുകൾ ഈ പറയുന്ന പോലെ ഏൻഷ്യൻ റോം ആയിക്കോട്ടെ, ഏൻഷ്യൻ ഈജിപ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആർട്ടിഫാക്റ്റ് ഒക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. ഇങ്ങനെയുള്ള ആർട്ടിഫാക്റ്റ് നമ്മളോട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിർമ്മിച്ചത് ഈ പറയുന്ന മനുഷ്യരാണ്, ഹ്യൂമാനിറ്റിയാണ്. ഇതല്ലാണ്ട് നമുക്ക് വേറൊരു ഫിസിക്കൽ തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അവർക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻസും ഏൻഷ്യന്റ് റോമും ഏൻഷ്യന്റ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്നത് കേവലം ഒരു 4,000 വർഷങ്ങൾ, ഒരു 5,000 വർഷങ്ങൾക്കൊക്കെ മുന്നേ ജീവിച്ചിരുന്ന സിവിലൈസേഷൻസ് ആണ് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ആർക്കിയോളജിസ്റ്റുകളും സയന്റിഫിക് കമ്മ്യൂണിറ്റിയും പറയുന്നത്. അപ്പോഴാണ് അടുത്ത ചോദ്യം വരുന്നത്. ഒരു 10 ലക്ഷം വർഷം മുന്നേ നമ്മുടെ ഭൂമിയിൽ ഒരു സിവിലൈസേഷൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവരെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഈ താമസിക്കുന്ന വീടുകളെല്ലാം കേവലം 10,000 വർഷങ്ങൾ മാത്രമാണ് നിൽക്കുക. അതിനപ്പുറം ഇത് വെറും പൊടിയായിട്ട് മാറും, വെറും ഭസ്മമായിട്ട് മാറുന്ന വേണമെങ്കിൽ പറയാൻ പറ്റും. ഏകദേശം 210 കോടി വർഷങ്ങൾക്ക് മുന്നെയാണ് ഭൂമിയിൽ മൾട്ടി സെല്ലുലർ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി വന്നത്. ഈ 210 കോടി വർഷങ്ങളും നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം വർഷങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ഗ്യാപ്പാണ്. അപ്പോ ആ ഗ്യാപ്പിനിടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാന്നുള്ളത് നമുക്ക് യാതൊരു പിടുത്തം ഉണ്ടാവില്ല. ഈ 10 ലക്ഷം വർഷം എന്നുള്ളത് പോട്ടെ, ഒരു 5 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഒരു സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് ഈ പറയുന്ന പോലെ റോഡുകൾ ഉണ്ടായിരുന്നു, കാറുകൾ ഉണ്ടായിരുന്നു, ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, പാലം ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അവർ പെട്ടെന്ന് ഒരു ദിവസം വാനിഷ് ആയി പോയി, മാഞ്ഞു പോയി, എന്തെങ്കിലും തമ്മിൽ തന്നെ വെട്ടിയോ എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ച് വാനിഷ് ആയി പോയി നിങ്ങൾ വിചാരിക്കുക. അവരുടെ ഒരു ട്രേസ് പോലും, ഒരു ചെറിയൊരു സൂചന പോലും ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിൽ നിന്ന് ആർക്കിയോളജിക്കൽ സ്റ്റഡീസിന്റെ ഒരു ലിമിറ്റ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ആർക്കിയോളജിക്ക് തരാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അഥവാ ഈ പറയുന്ന പോലെ ഒരു സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു അടയാളം നമ്മുടെ ഭൂമിയിലുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ തെളിയിക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കെമിക്കൽ ആയിട്ടുള്ള മാർക്കേഴ്സ് നോക്കാൻ പറ്റും. കെമിക്കൽ മാർക്കേഴ്സ് എന്ന് പറയുന്നത് ആർക്കിയോളജിക്കൽ സാമ്പിൾ പോലെയല്ല, അത് ഒരുപാട് വർഷങ്ങൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യും. അതായത് ഇങ്ങനെ ഒരു സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അടയാളം ഒരു കെമിക്കൽ മാർക്കറിന്റെ രൂപത്തിൽ നമ്മുടെ ഭൂമിയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് തപ്പി കണ്ടുപിടിച്ചാൽ മതി. കാർബൺ 13 എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസും ഈ പറയുന്ന ഫോസിൽ ഫ്യൂൾസ് ഒക്കെ കത്തിച്ചിട്ടാണ്. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ നാച്ചുറലി അവിടെ ഫോം ചെയ്യുന്നത് കാർബൺ ആണ്, കരിയാണ്. ഈ കാർബൺ ആയിക്കോട്ടെ നമ്മുടെ ഭൂമിയിൽ ഒരു തരത്തിൽ ഫോസിൽ പോലെ ഇങ്ങനെ തങ്ങി നിൽക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതിനെയാണ് ശരിക്കും C13 എന്ന് പറയുന്നത്. മനുഷ്യർ ഒരുപാട് കാർബൺ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് C13 രൂപത്തിൽ നമ്മുടെ ഭൂമിയിൽ ഒരു ഫിംഗർ പ്രിന്റ് പോലെ നിലനിൽക്കും. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ C13 എന്നുള്ള ഒരു കോമ്പൗണ്ട് കണ്ടുവരാൻ കാരണം ഹ്യൂമാനിറ്റി, ഇന്റലിജന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ടുള്ള ഹ്യൂമാനിറ്റി നമ്മുടെ ഭൂമിയിൽ ജീവിച്ചു വന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ വെച്ചാൽ ഈ പറയുന്ന C13 ഇതിന് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അങ്ങനെ ഒരു എവിഡൻസ് അവിടെ കണ്ടുകിട്ടുകയാണെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഇവിടെ കിട്ടിയില്ലേ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ കാർബൺ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒരു ഇന്റലിജന്റ് സ്പീഷീസ് ആയിട്ടുള്ള ഹ്യൂമൻസ് ഉണ്ടാക്കി വിടുന്നതും ഒരു നാച്ചുറൽ കോസ് ആയിട്ടുള്ള ഒരു വോൾക്കാൻ ആയിക്കോട്ടെ, ഒരു കാട്ടുതീ ആയിക്കോട്ടെ, അപ്പോൾ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ ഐഡന്റിക്കലാണ്.
ഒരു 2 കോടി വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന പോലെ ഒരു വോൾക്കാനിക് ഇറപ്ഷനോ അല്ലെങ്കിൽ വലിയൊരു കാട്ടുതീയോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു കാർബൺ സിഗ്നേച്ചർ നമുക്ക് നമ്മുടെ ഭൂമിയിൽ കാണാനും കഴിയും. എന്നാൽ അതുമൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ കാരണം ഉണ്ടാവുന്ന C13 സാമ്പിൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഒരു സിവിലൈസേഷൻ മൂലമുണ്ടായ C13 ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും കഴിയില്ല. ഏകദേശം ഒരു 5.5 കോടി വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഭൂമിയുടെ ടെമ്പറേച്ചർ വളരെയധികം കൂടുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ഏകദേശം ഒരു 5 to 8 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കൂടിയത്. അതേസമയം തന്നെ കടലിന്റെ അസിഡിറ്റി കൂടുകയും അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് കടലിന്റെ ഏകദേശം ഒരു 30 to 60% ജീവജാലങ്ങൾ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ സംഭവിച്ചായിരുന്നു. അതോടൊപ്പം തന്നെ കാർബൺ ലെവൽ 3 parts per million ആയിട്ട് കുറയുന്ന ഒരു സിറ്റുവേഷൻ കൂടി വന്നായിരുന്നു. ഞാനിപ്പോ ഈ പറഞ്ഞ ചേഞ്ചസ് എല്ലാം ഒരു അഡ്വാൻസ് സിവിലൈസേഷൻ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാവുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നാച്ചുറലി സംഭവിക്കണമെങ്കിൽ അത് വളരെ വളരെ പയ്യായിരിക്കണം സംഭവിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 ലക്ഷം വർഷമോ 2 ലക്ഷം വർഷമോ അത്രയധികം കാലപരിധിയിലായിരിക്കണം സംഭവിക്കേണ്ടത്. പക്ഷെ മനുഷ്യര് ഭൂമിയിൽ വന്നതിന് ശേഷം ഇതേ സംഭവങ്ങൾ നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ വേഗത വളരെയധികം കൂടുതലായിരുന്നു. ഏകദേശം 1/2 ട്രില്യൺ ടൺ കാർബൺ ആണ് വെറും 200 വർഷങ്ങൾ കൊണ്ട് മനുഷ്യര് അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ പുറത്തേക്കുന്നത്. അതായത് 5.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ഒരു 1000 to 6000 വർഷങ്ങൾ ആ ഒരു ടൈം പീരീഡ് സംഭവിച്ച അതേ സംഭവം തന്നെ മനുഷ്യര് വന്നപ്പോൾ വെറും 200 വർഷങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 5.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് സാമ്പിളുകളും ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കുകളോ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കണ്ടുവരാനുള്ള സാധ്യതയെ പറ്റിയിട്ടൊക്കെയാണ് അവർ നോക്കിയിരുന്നത്. അവർക്ക് വേറൊരു സംഭവം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അവർക്ക് ആകെ കണ്ടുപിടിക്കാൻ പറ്റിയത് മെർക്കുറിയാണ്. അതും സാധാരണ ക്വാണ്ടിറ്റിയിലല്ല, ഒരുപാടധികം ക്വാണ്ടിറ്റിയിൽ മെർക്കുറി ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനൊരു ഡിസ്കവറി കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു സംഭവം സംഭവിക്കാൻ കാരണം പണ്ട് നടന്ന ഒരു വോൾക്കാനിക് ഇറപ്ഷൻ കാരണമായിരിക്കാം എന്നുള്ളൊരു അസംഷനിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അതായത് ഒരു സിവിലൈസേഷന്റെ ഒരു റീസൺ ആയിരിക്കില്ല ഇത് എന്നാണ് അവർ പറയുന്നത്. അപ്പോ ഒരു സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ പണ്ട് ജീവിച്ചിരുന്നുവെങ്കിൽ അവയെ കണ്ടുപിടിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ വർഷവും നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് ഏകദേശം 15 ബില്യൺ ടൺ മെറ്റീരിയല് പല രീതിയിലുള്ള ഇറോഷൻ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ബിഗ് ബാങ്ങിന് മുന്നേ എന്താണ് നമ്മുടെ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യത്തിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത്. പ്രീഹിസ്റ്റോറിക് ആയിട്ട് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചു വന്ന ഒരു സ്പീഷീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ തലയിലേക്ക് വരുന്ന ഒരേ ഒരു മുഖമായിരിക്കും ഡൈനോസേഴ്സ് എന്ന് പറയുന്നത്. മനുഷ്യര് കേവലം 3 ലക്ഷം വർഷങ്ങളായിട്ടുള്ളൂ ഈ ഭൂമിയിൽ വന്നിട്ട്. പക്ഷെ ഡൈനോസേഴ്സ് ഏകദേശം നമ്മുടെ ഭൂമിയിൽ 16ഓളം കോടി വർഷങ്ങൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. 16 കോടി വർഷവും 3 ലക്ഷം വർഷമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. എന്നാൽ പോലും ഈ പറയുന്ന 16 കോടി വർഷവും ഭൂമിയുടെ ഹാബിറ്റബിൾ ടൈം പീരീഡ് ആയിട്ടുള്ള 400 കോടി വർഷവും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ ഭൂമിയുടെ ആ ഒരു പ്രായം അനുസരിച്ച് മനുഷ്യര് ഭൂമിയിൽ ജീവിച്ച് വന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. നമുക്ക് പറയാൻ പോലും പറ്റില്ല. ഇത്രയും ചെറിയ കാലയളവിൽ ജീവിച്ചു വന്ന സിവിലൈസേഷൻ ആയി ഹ്യൂമൻ ബീങ്സിന്റെ അടുത്ത് ചോദിക്കുകയാണ് നമ്മൾക്ക് മുന്നേ ഒരു സിവിലൈസേഷൻ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ട് ഉണ്ടോ എന്നുള്ളത്. അതിന് വരെ കോമഡി ആയിട്ടുള്ള ഒരു ചോദ്യം ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും അപ്രതീക്ഷിതമായി പോയെന്ന് വിചാരിക്കാം. നമ്മളിവിടെ ഈ പറയുന്ന റോഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബിൽഡിങ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ അതെല്ലാം ഒരു 100 വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഏകദേശം ഒരു 1000 വർഷങ്ങൾ കൊണ്ട് ഈ പറയുന്ന സ്റ്റീല്, കോൺക്രീറ്റ്, കാറ്, ഡാറ്റ എല്ലാം ഇങ്ങനെ നശിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഏകദേശം ഒരു 1000 to 10000 വർഷങ്ങൾ കൊണ്ട് ആകെ ഈ പറയുന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ ഭൂമിയിൽ സർവൈവ് ചെയ്തിട്ടുണ്ടാവുക. ഈ പറഞ്ഞ കോൺക്രീറ്റോ ഈ പറഞ്ഞ സ്റ്റീലോ ആ സാധനങ്ങൾ ഒന്നും നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവില്ല. 10000 to 1,00,000 വർഷം വരെ എടുക്കുകയാണെങ്കിൽ മനുഷ്യര് ഹ്യൂമാനിറ്റി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന്റെ എല്ലാ ഫിസിക്കൽ എവിഡൻസും നശിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അതായത് ഭൂമി എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും ഇത്തരം വർഷങ്ങൾ മുന്നോട്ട് പോയി സംഭവിക്കുക. ഇനി ഒരു 10 ലക്ഷം വർഷങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കെമിക്കൽ സിഗ്നേച്ചേഴ്സ് നമ്മുടെ ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് മനുഷ്യരെന്ന് പറയുന്ന ഒരു വർഗം നമ്മുടെ ഭൂമിയിൽ ജീവിച്ചതായിട്ട്
യാതൊരു തെളിവും നമ്മുടെ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല. ഈ 10 ലക്ഷം വർഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ അത് ഒന്നുമല്ല. ഏകദേശം 16 കോടി വർഷങ്ങളോളം നമ്മുടെ ഭൂമിയിൽ സർവൈവ് ചെയ്ത ഡൈനോസർ സ്പീഷീസിന്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നത്. അതും ഈ പറയുന്ന അവശിഷ്ടങ്ങളാണെങ്കിൽ വെൽ പ്രിസർവ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്തരം വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും, ഫോസിലൊക്കെ ആയിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നോക്കിയാണെങ്കിൽ ഒരു 10 ലക്ഷമോ ഒരു 100 ലക്ഷം വർഷങ്ങൾ മുന്നോട്ട് പോയെന്ന് വിചാരിക്കുക, മനുഷ്യർ എന്നുള്ളൊരു സംഭവം നമ്മുടെ ഭൂമിയിൽ നിന്നേ ഇല്ലാണ്ടായി നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ വേറൊരു സിവിലൈസേഷൻ നമ്മുടെ ഭൂമിയിൽ ഫ്ലറിഷ് ചെയ്തു എന്ന് വിചാരിക്കുക. അവര് മനുഷ്യരുടെ ഒരു എവിഡൻസ് കണ്ടെത്താനുള്ളതിനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഒരു സ്കെലിറ്റൻ, നമ്മുടെ ഒരു ഫോസിലേക്ക് ഇല്ലേ, അതൊക്കെ കണ്ടെത്താനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. കാരണം ഈ പറയുന്ന ഫോസിലെല്ലാം ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള പ്രിസർവേഷൻ വേണം, ഓക്സിജൻ ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഒക്കെ വേണം. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ശാസ്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് എന്തായാലും ഞാൻ അടുത്ത വീഡിയോ കാണാം.